വന്നേ നീ? എന്നതാടി? ഡേ, നിനക്ക് എന്തൊറ്റി? നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്ന? ഭയങ്കര പൊസസീവ് ആണല്ലോ നിനക്ക്. പൊസസീവോ? എനിക്കോ? ഞാനിപ്പോ പൊസസീവായി? അല്ല, ഞാൻ ആരോടോ ചൂടായത്? നിന്നോട് ചൂടായോ? എപ്പോ ചൂടായി? പിന്നെ കണ്ടാല് പറയും. ഇപ്പോ ഡാനിസാറും സെല മാഡം ഡേറ്റിങ്ങിന് പോവാൻ പ്ലാൻ ചെയ്തപ്പോ എന്തായിരുന്നു നിന്റെ പ്രകടനം? ഇത് പൊസസീവ് ഒന്നല്ല എന്നമ്മ. നിനക്കറിയാലോ, എനിക്ക് ആ പെണ്ണുമ്പിള്ളയെ കണ്ണിനേറെ കണ്ടൂടാ. നീ നോക്കോ, എന്ത് ചെയ്തിട്ടാണേലും ഈ ഡേറ്റിംഗ് അല്ല ഈ ഡിന്നർ പ്ലാനിങ് ഞാൻ കോളമാക്കിയിരിക്കും, ഉറപ്പാ. സ്നേഹ, എനിക്കിനി ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ വിളിച്ച് പറയാൻ വയ്യ. ഇപ്പൊ തന്നെ എന്റെ ക്യാമ്പിലോട്ടേക്ക് പോര്. ആ ബോസ്, ഞാൻ വന്നോളാം. ബോസ് ചെന്നാട്ടെ. അതെന്നാടി, നിന്റെ ബോസിന്റെ കൂടെ വേറെ ആരും പോകുന്നത് നിനക്ക് ഇഷ്ടമല്ലേ? അത് ശരിയാ. ആ പെണ്ണുപിള്ളയുടെ കൂടെ അങ്ങനെ ഡേറ്റിങ്ങിന് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. അല്ല, എന്നിട്ട് എന്താ നിന്റെ പ്ലാന്? എന്റെ കയ്യില് ഒരു പ്ലാൻ ഉണ്ട്, നോക്കട്ടെ വർക്ക്ഔട്ട് ആവുമോന്ന്. സ്നേഹ, വേണ്ട. ഇതിന്റെ പേരില് അങ്ങേര് നിനക്ക് അടുത്ത എന്താ പണിഷ്മെന്റ് തരാൻ പോകുന്നത് പറയാനൊക്കത്തില്ല. എന്ത് പണിഷ്മെന്റ് ആയാലും അത് ഞാൻ സഹിച്ചോളാം. നേരത്തെ ഒരു പണിഷ്മെന്റ് സഹിച്ചതല്ലേ. എന്തൊക്കെയായാലും ഈ ഡിന്നർ പ്ലാന് നടക്കത്തില്ല അന്നമ്മ. ഞാനിത് കോളമാക്കിയിരിക്കും, ഈ സ്നേഹ പറയണേ. ഡി, ഇവളിത് എന്നാ ഭാവിച്ച? നിനക്കറിയാലോ പണ്ടത്തെ ചിന്നമ്മേ, പറഞ്ഞ പോലെ ചെയ്യുന്ന മുതലാത്. ആടാ, അതൊക്കെ എനിക്കറിയാം. എനിക്കറിയാമെന്റെ കർത്താവേ, ഈ പെണ്ണിത് എന്തൊക്കെയാണോ എന്തോ കാണിക്കുന്ന. മുതുക്ക പ്രൊജക്ട് ഹാഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ, അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. നാളെ മോർണിംഗ് തന്നെ എന്നെ സബ്മിറ്റ് ചെയ്ത് കാണിച്ചാ മതി. നാളെ മോർണിംഗോ? എനിക്ക് ഇത് ഫിനിഷ് ചെയ്യാൻ അത്ര ടൈമൊന്നും വേണ്ട ബോസേ. ആണോ? എങ്കിൽ പിന്നെ ഈവനിങ് 5:30 അങ്ങനെ ആവുമ്പല്ലേ നീ പോവുള്ളൂ. അപ്പൊ സബ്മിറ്റ് ചെയ്താ മതി. ഈവനിങ്ങോ? അത്ര വേഗമൊന്നും എന്നെ കൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനെന്താ റോബോട്ടാണോ? ദേ, ഒന്നാമത് എനിക്ക് കുറെ വർക്കുണ്ട്. അതിന്റെ ഇടയിൽ നിന്നോട് കിന്നിരിച്ചിരിക്കാൻ എനിക്ക് ടൈമില്ല. ആണോ? എന്നാ പിന്നെ കിന്നിരിച്ച് ഇരിക്കണ്ട ബോസ്, കിന്നിരിച്ച് നിക്ക്. ദേ, പോയെ നീ ഇവിടെ നിന്നാ എന്റെ ഒരു വർക്കും നടക്കത്തില്ല. നീ ഹാളിൽ ചെല്ല്. അവിടെ പോയി ആ വർക്ക് സമാധാനത്തോടെ ചെയ്തു തീർക്ക്. പോ. എന്തോന്ന് ബോസേ, ഇവിടെ ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് കൂടാതെ ഈ സോഫയിൽ ഒരാൾക്ക് കൂടി ഇരുന്ന് വർക്ക് ചെയ്യേണ്ട എല്ലാ സൗകര്യവും ഉണ്ട്. ആ, ഉണ്ട്. അതിനിപ്പോ ഞാനെന്നാ വേണ്ടേ? സാർ ഒന്നും ചെയ്യണ്ട, ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്താൽ മാത്രം മതി. ഞാൻ സാറിന്റെ തൊട്ടിപ്പുറത്ത് ഈ സോഫയിൽ ഇരുന്ന് സമാധാനത്തോടെ വർക്ക് ചെയ്തോളാം. ഓക്കെ? ഇല്ല, പറ്റത്തില്ല. നീ എവിടെ ഇരുന്നാ എന്നെ വെറുതെ ഓരോന്ന് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യും. അതുകൊണ്ട് നീ പോവാൻ നോക്ക്. പ്ലീസ് ബോസേ. ഇല്ല, ഞാൻ ബോസിനെ ഡിസ്റ്റർബ് ചെയ്യത്തേ ഇല്ല. പ്രോമിസ്, പ്ലീസ്. ആ, അതൊന്നും പറ്റത്തില്ല. ഇതുവരെ വന്ന എന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആരും ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്തിട്ടില്ല. അത് ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. വേറെ പേഴ്സണൽ അസിസ്റ്റന്റ് ഒക്കെ എന്തിനാ ചെയ്യുന്നേ? ഇപ്പൊ ഞാനില്ലേ സാറേ. ഓക്കെ, ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്തതൊക്കെ കൊള്ളാം. നിന്റെ നാക്കിന് ലൈസൻസ് ഇല്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് വാ വെച്ച് മിണ്ടാതിരുന്നോളാം. സംസാരിക്കാൻ നിൽക്കരുത്, കേട്ടല്ലോ? വാ വെച്ച് മിണ്ടാതിരിക്കാനോ? വാ എന്തിനാ? സംസാരിക്കാനല്ലേ. അപ്പൊ എനിക്ക് സംസാരിക്കണ്ടോ? പറ്റില്ല അല്ലേ? എന്നാ പിന്നെ വിട്ടോ. ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയില്ലേ. പറ്റും. ഞാനിവിടെ മിണ്ടാതിരുന്നോളാം. ഓക്കെ. എന്തോന്ന് ബോസേ, മുഖം ഇങ്ങനെ വീർപ്പിച്ച് വെച്ചേക്കുന്ന? ഒന്ന് ചിരിക്കുന്നേ എന്നെ പോലെ. ഒന്ന് പോയ കൊച്ചെ, എന്നെ കൂടെ ഒന്നും പറ്റത്തില്ല. എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. ആഹാ, അങ്ങനെയാണോ? എന്നാ പിന്നെ ഞാനൊന്ന് നോക്കട്ടെ. ചിരിച്ചേ. വിട്ടെ, പോയിരുന്ന് നിന്റെ വർക്ക് ചെയ്യാൻ നോക്ക്. വിട്ട് ഞാനേ ഇനി ഇവിടെ ഇരുന്ന് സമാധാനത്തോടെ വർക്ക് ചെയ്യാൻ പോവാ. ഓക്കെ, ബൈ ബൈ. അല്ലടി, അപ്പോ സ്നേഹക്ക് ഡാനി സാറിനോട് ശരിക്കും പ്രേമ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടേ. ബട്ട് ഐ തിങ്ക് അവൾക്ക് സാറിനോട് എന്തൊക്കെ ഒരു ഫീലിങ്സ് ഉണ്ട്. അല്ല, അതെങ്ങനെ നിനക്ക് മനസ്സിലായി?
അതൊക്കെ മനസ്സിലാക്കാൻ എന്നതാണ് ഒരു പ്രയാസം. അവളുടെ പൊസസീവ്നെസ് കണ്ടാൽ അറിയാൻ പാടില്ലേ? ആ അത് ശരിയാ. അല്ല അങ്ങനെ എന്തേലും ഉണ്ടേ തന്നെ അവളത് ആദ്യം പറയേണ്ടത് നിന്നോടല്ലേ? അതിനൊന്നും സമയമായി കഴിഞ്ഞടാ. സമയമാകുമ്പോ അവള് താനെ ഒന്ന് പറഞ്ഞോളും. അല്ലേ തന്നെ ചിലപ്പോ അവൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സും ഇല്ലെങ്കിലോ? അന്ന സ്റ്റീഫ സാറ് വരുന്നുണ്ട്, മിണ്ടാതിരിക്കെ. അത് എന്നതാടി, സാറ് നമ്മളുടെ ആളല്ലേ, പിന്നെന്താ പ്രശ്നം? സംസാരം അധികമായാലും പ്രശ്നമാണേ. ആടാ അത് ശരിയാ, നമ്മുടെ ഹെഡല്ലേ. അപ്പോ ആ ഒരു റെസ്പെക്ട് എങ്കിലും നമ്മൾ അങ്ങേക്ക് കൊടുക്കണ്ടേ? നീ പറഞ്ഞോണ്ട് മാത്രം ഞാൻ റെസ്പെക്ട് കൊടുക്കാം. ഓ ആയിക്കോട്ടെ താറാവേ, നന്ദിയുണ്ടേ. പിന്നെ ആരേലും ഒരാള് കുറച്ച് കഴിഞ്ഞ് എന്റെ ക്യാമ്പിലോട്ടേക്ക് വന്നേക്കണം. പിന്നെ വരുമ്പോ കുറച്ച് വെള്ളം കൂടി എടുത്തോ. ഓക്കെ സാർ, കൊണ്ടുവരാം. താങ്ക്സ്. ഡേടേ മതി നോക്കിയത്, സാറ് ദയിച്ചു പോവും. നോക്കിയോ? ആര് നോക്കി? ഒന്ന് പോയടാപ്പേ, ഞാനൊന്നും നോക്കിയില്ല. നോക്കിയല്ല, സാംസങ്. മിണ്ടാതെ വർക്ക് ചെയ്യടി, അവളുടെ ഒരു നോട്ടം. അയ്യടാ മോനെ ഭരിക്കാൻ നിക്കല്ലേ, എനിക്കറിയാം എന്നാ ചെയ്യണ്ടേന്ന്. അത് ശരി, നല്ലത് പറഞ്ഞാലും സമ്മതിക്കരുത്. എന്റെ ദൈവമേ, എവിടുന്ന് വരുന്നോ എന്തോ. എന്തായാലും നീ വന്നാ ഊളം പറയുന്നല്ല. ആണാ? എന്നാ പിന്നെ നീ വന്നാ കുതിരോട്ടുന്നതാവും. അല്ല പിന്നെ അത് കറക്റ്റ്. ഡ്യൂട്ടി ചിരിക്കുവാണല്ലേ, നിനക്ക് വെച്ചിട്ടുണ്ട്. എന്നതാടാ? ചുമ്മാ ഒരു രസം. ബോസ് നോക്കിക്കോ, ഇന്ന് രാത്രി വരെ ഞാനിവിടെ കുത്തിയിരുന്ന് വർക്ക് ചെയ്യും. ഞാനൊന്ന് കാണട്ടെ ബോസ് ഇന്ന് രാത്രി ഡിന്നർ പ്ലേറ്റിന് പോകുന്നത്. എന്താ നോക്കുന്ന? എന്റെ മുഖത്തല്ല വർക്ക്. മര്യാദക്ക് ലാപ്പിൽ നോക്കി വർക്ക് ചെയ്യാൻ നോക്ക്. എനിക്കറിയാം. നിനക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും പിന്നെ ഈ ഭൂമിയിൽ തന്നെ ഇല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഡാനി വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, അങ്ങോട്ടേക്ക് നോക്കാതെ. എങ്ങോട്ടാ? അത് സ്റ്റീഫ സാർ നേരത്തെ പറഞ്ഞില്ലേ, കുറച്ച് കഴിഞ്ഞ് ഒരാൾ അങ്ങോട്ടേക്ക് ചെല്ലാൻ, അതിന് പോവായിരുന്നു. എന്തേ? അതിനാണോ? അത് ഞാൻ പൊക്കോളാം, നീ ചെല്ല്. ആ വെള്ളം ഇങ്ങോട്ടതാ, ഞാൻ കൊണ്ട് കൊടുത്തോളാം. അല്ലടാ അത്. ഏയ് ചെല്ലുന്നേ. അല്ലേലും ഞാൻ സാറിനോട് ഒരു ഡൗട്ട് ചോദിക്കാൻ പോവായിരുന്നു, അപ്പോ ഇതും കൂടി കൊടുത്തോളാം. അത് ശരിയാ. എന്നാ പിന്നെ ഞാൻ പോട്ടെ, നീ അത് വേഗം കൊണ്ടേ കൊടുക്ക്. കൊടുത്തോളാം. പൊക്കോ. ബൈ ബൈ. ബൈ ബൈ. ഏതോ സുഖം ഉള്ളൂരുതേ, ഏതോ മനം തള്ളാടുതേ, ഏതോ സുഖം ഉള്ളൂരുതേ, ഏതോ മനം തള്ളാടുതേ. അയ്യോ സോറി സാറേ, സാറെന്തിനാ ഇങ്ങോട്ടേക്ക് വന്ന്? ഞാൻ അങ്ങോട്ടേക്ക് വരാൻ നിൽക്കുമായിരുന്നു. അത് എന്തുപറ്റി സാർ? വെള്ളം വേണോ? അയ്യോ ഇതിലാകെ കുറച്ച് വെള്ളേ ഉള്ളൂ, ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം. അത് ചെല്ല്. അല്ല സാറിനെന്താ വെച്ച്? എന്റെ കയ്യിൽ പിടിച്ചപ്പോ സാറിന്റെ കൈയൊക്കെ വിറകുന്നുണ്ടായിരുന്നല്ലോ.
അതെ, ഞാനിന്ന് പുറത്തു പോയിട്ട് വരാം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്ക്. ഡി, നിന്നോടാ പറഞ്ഞ ഞാൻ താഴെ പോയിട്ട് വേഗം വരും. അതിന്റെ ഇടയിൽ എന്തെങ്കിലും പണി ഒപ്പിച്ച് വെച്ചാ അറിയാലോ. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് മനസ്സിലായി. ഇങ്ങനെ മനസ്സ് വായിക്കാനുള്ള കഴിവുണ്ടോ? ഇത്രയും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ. ഡി അടക്കാക്കുരുവി, നീ എന്താ ഒന്നും മിണ്ടാത്ത? നിന്റെ നാക്കിന്റെ സ്വിച്ച് ആരെങ്കിലും ഓഫ് ചെയ്തോ? ഞാൻ മിണ്ടത്തില്ല സാറേ, സത്താലും ഞാൻ മിണ്ടത്തില്ല. അതെന്ത് പറ്റി? അത് ബോസ് എന്നെ എന്നത്തിനാ ഡി അതെ എന്നൊക്കെ വിളിക്കുന്ന? എനിക്കൊരു പേരുണ്ടല്ലോ, സ്നേഹ അല്ലെ ചിന്നു, അങ്ങനെ വിളിക്കേ. അല്ലേ ഞാൻ മിണ്ടത്തേ ഇല്ല സാറേ, മിണ്ടത്തില്ല മിണ്ടത്തില്ല മിണ്ടത്തില്ല. ആ, എന്നാ പിന്നെ മിണ്ടണ്ട. നീ മിണ്ടിട്ട് എനിക്ക് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അല്ല പിന്നെ പോയോ കാലമാണ്. ഇപ്പൊ പറ്റിയ അവസരം. എന്റെ പണി ഞാൻ അങ്ങ് തുടങ്ങിയേക്കാം. നിങ്ങൾക്ക് ഡേറ്റിന് പോണല്ലേ? പൊക്കോ, തീർച്ചയായിട്ടും പൊക്കോ. അതിനു വേണ്ടി സ്നേഹ ഒരു ചാൻസ് സെറ്റാക്കി തരാം ബോസേ. ഡാൻസറെ, മേ കമ്മിങ്? ബോസ് ഇല്ലേ? ഇവിടെ നിന്നകത്ത് എന്നെ എടുക്കുക. നീ ആയിരുന്നു മനുഷ്യന്റെ നല്ല ജീവനങ്ങ് പോയി. എന്നാടി ഒരു കള്ള ലക്ഷണം? അല്ല, ബോസ് ഇല്ലാതെ നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് പരിപാടി? അത് ബോസിനെ ഇപ്പൊ അങ്ങോട്ടേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. എനിക്കിവിടെ കുറച്ച് വർക്കുള്ളതുകൊണ്ട് ഞാനിവിടെ തന്നെ ഇരുന്നു, എങ്ങോട്ടും പോയില്ല. വർക്കോ? എന്നിട്ട് നീ എന്നത്തെ ഈ ഫോണും പിടിച്ചോണ്ട് നിക്കുന്ന? അത് പിന്നെ ഈ കുരിപ്പിനോട് സത്യം പറയാതെ വേറെ വഴിയില്ല. എന്തായാലും പിടിക്കും കുരിപ്പ്. ഡേഡേ, നിന്നോടാ ചോദിച്ച, നിനക്കെന്താ ഒന്നും പറയാനില്ലേ? സ്നേഹ, കള്ളം മാത്രം നീ എന്നോട് പറയാൻ നിൽക്കരുത്. അത് പിന്നെ മുത്തേ, പൊന്നേ, സത്തമണിയേ, നിർത്തടി. കുറെ നേരായി. എന്താ പറയാനുള്ളതെന്ന് വെച്ചാ മോളങ്ങ് പറഞ്ഞു തൊലക്ക്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ മറ്റേ ഡിന്നറിന്റെ കാര്യം? ഡിന്നറിന്റെ കാര്യം? ഏത് ഡിന്നറിന്റെ കാര്യം? നമ്മളെ രണ്ടാളും ഇന്ന് ഡിന്നറിന് പോവാ. എവിടുന്ന ഫുഡ് കഴിക്കുന്ന? മണ്ടൂസേ, അതല്ല. സ്റ്റെല്ല ചേച്ചിയും എന്റെ ബോസും ഇന്ന് ഡിന്നറിന് പോകുന്നു പറഞ്ഞില്ലായിരുന്നോ കുറച്ചു മുമ്പ്? നിന്റെ ബോസോ? ആ ഡിന്നറിന്റെ കാര്യം. അത് ആ ഡിന്നർ തന്നെ. ആ ഡിന്നർ പ്ലാന് നടക്കക്കൂടാതെ. അതിന് എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്. അത് ഞാനിപ്പോ ചെയ്യാൻ പോവാ. അത് നീ എന്റെ കൂടെ നിന്നാ മാത്രം മതി. കുരിപ്പേ, എന്നാ പ്ലാനാടി? ഇനി ആ പെണ്ണുമ്പിള്ളെ വല്ല കിഡ്നാപ്പും ചെയ്യാനാണോ? പോടി, അതൊന്നല്ല. നീ എന്റെ കൂടെ നിന്നാ മാത്രം മതി. പറ്റോ നിനക്ക്? അല്ല, നീയായിട്ട് പറയാൻ പറ്റത്തില്ല. അല്ല, നിന്റെ എല്ലാ തെണ്ടിത്തരത്തിനും കൂടെ നിൽക്കുന്ന ഒരേ ഒരാള് ഞാനാണല്ലോ. അപ്പോ ഇതിനും കൂടെ നിൽക്കാതെ വേറെ വഴിയില്ലല്ലോ. അതാ എന്നോട് കേള്. അപ്പൊ നീ മിണ്ടാതിരിക്കെ. ഞാൻ സ്റ്റെല്ല ചേച്ചി വിളിക്കട്ടെ. ആ പെണ്ണുമ്പിള്ളെ നീ വിളിച്ചു വരുത്താൻ പോവാണോ? എന്നാതിന്? അതൊക്കെ ഉണ്ടെന്നേ, നീ കണ്ടോ? എടുത്തെടുത്ത്. സംസാരിച്ചോ. ഓൾ ദി ബെസ്റ്റ്. ഹലോ, കേൾക്കുന്നില്ലേ? മാഡം, കേക്കാം. മാഡം, ഞാനാ സ്നേഹ. നീയോ? എന്നതാ? അല്ല, ഇത് ഡാനിയുടെ ക്യാമ്പിൻ കോളർ ആണല്ലോ. നീ എന്നത്തിനാ ഇതിൽ വിളിക്കുന്ന? മാഡം, കൂൾ. ഞാനൊരു സീരിയസ് കാര്യം പറയാൻ വേണ്ടിയാ വിളിച്ചത്. ഡാനി സാറ് പറഞ്ഞിട്ട് തന്നെ ഞാനിപ്പോ മാഡത്തിനെ വിളിക്കുന്ന, അല്ലാതെ ചുമ്മാതെ ഒന്നുമല്ല. ഡാനി പറഞ്ഞിട്ടോ? എന്ത് കാര്യം? അത് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഡിന്നർ ഡേറ്റിന് പോകുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. യെസ്, പോവും. അത് ഉറപ്പായും പോവും. അതിന് അതിന്റെ എന്തോ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി 5 മിനിറ്റ് കഴിഞ്ഞ് മാഡത്തിനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് ഡാനി സാറ്. എങ്ങോട്ടേക്ക് വരാൻ? ഈ പൊട്ടി ഡാനി സാറിന്റെ ക്യാമ്പിലോട്ട് വരാൻ പറ. ഇത് തന്നെയല്ലേ ഡാനി സാറിന്റെ ക്യാമ്പിൻ? അത് ശരിയാ. നീ കണ്ടിന്യൂ. അത് പിന്നെ മാഡം, ബോസിന്റെ ക്യാമ്പിലോട്ടേക്ക് വന്നാ മതി. ഞാനിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോ ഡാനി സാറും മാഡം മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. ഓ, അങ്ങനെ. ഓക്കെ, ഞാൻ വരാം. ഉറപ്പായിട്ട് വരാം. വേഗം വരണേ. ഓക്കെ. എന്തായി? ഈ കാര്യം സെറ്റായി. ഇനി വെച്ചല്ലേ, നീ ഇവിടെ നിന്നാ ശരിയാകത്തില്ല. എന്നാടി ഇപ്പൊ നീ എന്നെ ഒഴിവാക്കുവാണോ? അല്ല ഗുരുപ്പേ, ഞാനിവിടെ തന്നെ ഉണ്ടാവും ഈ ട്രാവലിംഗ് ഇടയില്. അപ്പോ നീയും കൂടി ഉണ്ടായ പിന്നെ നിനക്ക് അറിയാലോ. മനസ്സിലായി. എന്നാ പിന്നെ നീ കണ്ടിന്യൂ. ഞാൻ പോട്ടെ.
പിന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നീ എന്നോട് പറയാൻ മറക്കരുത്. മറക്കാനോ? ഞാനോ മറക്കമാട്ടെ. ഉറങ്ങുമ്പോ എല്ലാം സെറ്റ്. കർത്താവേ, അപ്പോ ഇന്നും ഉറക്കമില്ലാത്ത രാത്രി. സ്ലീപ്ലെസ് നൈറ്റ്. അപ്പോ ഓൾ ദ ബെസ്റ്റ് നടക്കട്ടെ. ഓ, താങ്ക് യു താങ്ക് യു. അയ്യോ ബോസ്, ഞാൻ വേഗം പോയി ഒളിക്കട്ടെ. ഇവിടെ എവിടെ പോയി? ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയപ്പോഴേക്കും എസ്കേപ്പ് ആയോ? നോ ബോസേ, നോ എസ്കേപ്പ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി തരാം. ഹലോ ഡാനി, ഗുഡ് ഈവനിങ്. ആ 4 മണിയായല്ലേ? ഗുഡ് ഈവനിങ്. അല്ല ഡാനി, നീ എന്തിനാ എന്നെ വിളിച്ചേ? ഞാൻ വിളിച്ചോ? എപ്പോ? എന്റെ പ്ലാൻ എല്ലാം കൊളാവോ എന്റെ ദൈവമേ. അല്ല, നീയല്ലേ ഡാനി എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? ഏയ് ഇല്ലല്ലോ, നിനക്ക് തോന്നിയതാവും, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. കർത്താവേ, കാത്തോളേ, ചതിക്കല്ലേ. ഏയ് അല്ല ഡാനി, സ്നേഹയില്ലേ, അവളാ എന്നോട് പറഞ്ഞത് നീ എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞെന്ന്. ഓ അത് ശരി. അപ്പോ ഞാൻ വിചാരിച്ച പോലെ തന്നെ ആ അടക്കക്കുരുവി എന്തോ പണി ഒപ്പിച്ച് വച്ചിട്ടുണ്ട്. എന്താ ഡാനി നീ ഒന്നും മിണ്ടാത്തെ? നമ്മുടെ ഡേറ്റിംഗിന്റെ കാര്യം എന്തായി? ഡേറ്റിംഗോ? ഡിന്നർ അല്ലായിരുന്നോ? ആ അത് തന്നെ, ഡിന്നർ ഡേറ്റ് ഒന്നും പറയാലോ. അല്ല, ഇന്ന് തന്നെ പോവാലോ അല്ലേ? ആ അത് ഇന്ന് തന്നെ. ഇന്ന് തന്നെ പോകണല്ലേ? കാണിച്ചു തരാം. ആ ഹായ് ബോസേ, ഹലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇവള് ഇതിന്റെ അടിയിലുണ്ടായിരുന്നോ? ഡാനി പറ, ഇന്ന് തന്നെ പോവാലോ അല്ലേ? നിനക്ക് വേറെ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ? ഏയ് വേറെ തിരക്കും കാര്യങ്ങളും. ഇത്രയും ഭംഗിയുള്ള ഈ പാന്റ് ഞാനൊക്കെ കട്ട് ചെയ്ത എങ്ങനെ ഉണ്ടാവുന്ന് അറിയാലോ. എന്ത് പറ്റി ഡാനി, നീ എന്താ പെട്ടെന്ന് സ്റ്റെക്ക് ആയത്? പറഞ്ഞോ. ഏയ് ഒന്നുമില്ല, അതൊരു ചെറിയ ഉറുമ്പ് കടിച്ചതാ. ഓ അതൊന്നും മൈൻഡ് ആക്കണ്ട നീ, അത് ചെറിയൊരു ഉറുമ്പല്ലേ, നീ അത് വിട്ടേക്ക്. ഈ ഉറുമ്പിനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. പറ ഡാനി, നീ ഇന്ന് ഫ്രീ ആണല്ലോ അല്ലേ? വേറെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ആ ഉണ്ട്, തിരക്കുണ്ട്. തിരക്ക് ഇല്ലാതിരിക്കോ? ഉണ്ട്, തിരക്കൊക്കെ ഉണ്ട്. പേടിച്ചു പോയി. ആ അല്ല ഡാനി, നീ ഇന്ന് ഫ്രീ ആണെന്നല്ലേ പറഞ്ഞ, പെട്ടെന്ന് ഇതെന്ത് പറ്റി? ആ ഫ്രീ ഒക്കെയാണ്. ഫ്രീ ആണ്. എന്റെ കത്തിരിയും ഭയങ്കര ഫ്രീ ആണ്. ആ ഫ്രീ ആയിരുന്നു, ഇതുവരെ ഫ്രീ ആയിരുന്നു. ബട്ട് പെട്ടെന്ന് അർജന്റ് ആയിട്ട് ഒരു വർക്ക് വന്നു, അപ്പോ ഫ്രീ ആവില്ലല്ലോ. അപ്പോ അത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് അത് ഒഴിവാക്കാനും പറ്റില്ല. എന്താ ഡാനി അങ്ങനെ പറയല്ലേ? ഞാൻ എന്റെ പല ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളും ഇതിനു വേണ്ടി മാറ്റി വെച്ചേക്കുക. പ്ലീസ് ഡാനി. ആ അതെന്തിനാ നീ അതൊക്കെ ഒഴിവാക്കിയത്? ഇനി എന്തായാലും ഇന്ന് പറ്റത്തില്ല, നമുക്ക് വേറൊരു ദിവസം പോവാം. അങ്ങനെ പറഞ്ഞു കൊടുക്ക് ബോസേ. അത്രയും ഇമ്പോർട്ടന്റ് ആയ എന്ത് വർക്കാ നിനക്കുള്ളത്? പറ ഡാനി. അതെന്താണെന്ന് എനിക്ക് പോലും അറിയത്തില്ല, പിന്നെ എങ്ങനെയാണാവോ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന. ഞാനാ മാഡം, ഞാനാ ഇമ്പോർട്ടന്റ് ആയ വർക്ക്. എന്റെ ഹെൽപ്പ് ചെയ്യുന്നോ? നീയോ? നീ ഇത് എന്തിനാ എപ്പോഴും ഈ ടാബിന്റെ താഴെ ഒളിച്ചിരിക്കുന്ന? ഏയ് ഒന്നുമില്ല മാഡം, ഞാനും ഡാഡി സാറും കൂടി സാറ്റ് കളിക്കായിരുന്നു. ഈ ഒളിച്ചു കളിയെ. ഡാനി നീ കണ്ടല്ലോ, നമ്മൾ എന്തൊക്കെയാ സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാ ഇവള് ഇതിന്റെ അടിയിൽ ഒളിച്ചിരുന്ന. അങ്ങനെ ചെയ്യാൻ വേണ്ടി എന്റെ പേര് സ്റ്റെല്ല എന്നല്ല മാഡം. ഡാനി നീ ഇവള് പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ? സ്റ്റോപ്പ് ഇറ്റ്, നിർത്തി രണ്ടാളും. നിങ്ങളുടെ നടുവിലുള്ളത് ഒരു സിയോ ആണെന്നുള്ള സാമാന്യ ബോധം ഉണ്ടോ നിങ്ങൾക്ക്? ഡാനി അത് ഞാനല്ലല്ലോ, ഇവളല്ലേ തുടങ്ങിയേ. ആയാലും ഞാൻ രണ്ടെണ്ണത്തിനോട് കൂടി തന്നെയാ പറഞ്ഞത്. നീ ഇപ്പൊ പോവാൻ നോക്ക് സ്റ്റെല്ല, ചെല്ലേ. അങ്ങനെ പറഞ്ഞു കൊടുക്ക് ബോസേ. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി അടക്കാക്കുരുവി. നിന്റെ കയ്യിൽ ആ സീസൺ ഉള്ളതുകൊണ്ട് മാത്രം ഞാനിപ്പോ ഒന്നും മിണ്ടാത്ത. പാവം. അല്ല ഡാനി, അപ്പോ നമ്മുടെ ഡിന്നർ ഡേറ്റിന്റെ കാര്യം? ഡിന്നർ ഒന്ന് പോയ സ്റ്റെല്ല, ഡിന്നറും ഇല്ല ലഞ്ചും ഇല്ല, ഒന്ന് പോയി തരാവോ? ഓ ഞാൻ പൊക്കോളാം. അല്ലേലും ഒരു കുറ്റവും ചെയ്യാത്ത എന്നാണല്ലോ നിങ്ങളൊക്കെ പറയുന്ന. കുറ്റം മുഴുവൻ ചെയ്തത് ദേ ഇവളാ. എന്നിട്ട് നിങ്ങൾ ആരും ഇവളൊന്നും പറയുന്നില്ലല്ലോ. ആരെയൊക്കെ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഞാൻ ചെയ്തോളാം. നീ ഇപ്പൊ പോവാൻ നോക്ക്.
അവിടെ നിൽപ്പ് കണ്ടില്ലേ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. എന്താ മാഡം വെച്ചിട്ടുള്ളത്? എന്തായാലും വേഗം തരണേ, ഞാൻ വെയിറ്റിംഗ് ആണേ. ഡി ഇവളൊന്ന് പോട്ടെ, ഇതിനൊക്കെ ഉള്ളത് ഞാൻ നിനക്ക് തന്നോളാം.